എന്താ പരിപാടി? പരിപാടി ഇന്നലത്തെ മീൻ ഇരിപ്പുണ്ട്. അത് നമുക്കൊന്ന് വറക്കാം. ചാളയാണോ? ചാള ചാളയില്ല, ഇന്നലത്തെ ശീലാവ ഇരിപ്പുണ്ട്. നിങ്ങൾക്കൊരു ചാള എടുത്തിട്ടുണ്ട്. കൊള്ളാം കൊള്ളാം, അത് നന്നായി. എന്നിട്ട് എനിക്കാന്നും പറഞ്ഞോണ്ട് നീയല്ലേ മുണുങ്ങണത്? നിങ്ങളൊരു കഷ്ണം തന്ന ഞാൻ വയ്ക്കും. പിന്നെ കറിയുണ്ട് കേട്ടോ. മീൻകറി ഉണ്ട് ഇന്നലത്തെ അല്ലേ? ഇന്നലത്തെ മീൻകറി ഇരിപ്പുണ്ട് ഇച്ചിരി. പിന്നെ ഞാനൊരു മെഴുകുവരട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണെന്നൊന്നും ചോദിക്കരുത്, എന്തൊക്കെ ഇട്ടിട്ടൊരു ഒരു കുഞ്ഞു മെഴുകുവരട്ടി. ഓക്കെ, എന്താ സാധനം അത് ചോദിക്കരുത്. ഉപ്പ്. യെല്ലോ പൗഡർ. റെഡ് പൗഡർ എന്ന് പറയേണ്ടി വരുമല്ലോ. ഇത് റെഡ് പൗഡർ. ഇതെന്തെന്ന് അറിയാം? ഗ്രേ പൗഡർ. എല്ലാം കൂടി ഇട്ടിട്ടൊരു കൂടുതലിട്ട് ഇളക്കല്ലേ? ഞങ്ങളിന്ന് ഉച്ചക്കത്തെ കറി കൂട്ടി അങ്ങനെ കഴിച്ചു. ഉച്ചക്ക് മീൻകറി മാത്രമേ ഉണ്ടായുള്ളൂ. ഞാൻ ഒരിക്കൽ വിചാരിച്ചെടുത്ത് വറക്കാം, അതിനെ അയച്ചു വേണ്ട. വറത്തില്ല. നിങ്ങൾ പറഞ്ഞില്ലേ ഇന്നൊന്നും വേണ്ട, മെഴുക്കുവരട്ടി മീൻകറി മതി എന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ അച്ഛന് മാത്രം ഒരു മീനെടുത്ത് വറക്കുകയാണ്. കാരണം എന്താ അറിയാം, അച്ഛന് 7:30 എന്ന് പറഞ്ഞ സമയത്ത് ചോറ് വേണം. അത് അച്ഛന് നിർബന്ധമാണ്. അല്ലെങ്കിൽ അച്ഛൻ പിണങ്ങി ഡോറൊക്കെ അടച്ചിട്ടൊരു കിടത്തുണ്ട്. പിന്നെ വിളിച്ച് എണീക്കണമെങ്കിൽ ഇച്ചിരി പാടാ. അതുകൊണ്ട് അച്ഛന് മീൻ വറുത്തോണ്ടിരിക്കുകയാണ്. ഇപ്പം സമയം 7:15 കഴിഞ്ഞു. ഒരു മിനിറ്റ് ഇത് വറുത്തോണ്ടിരിക്കുമ്പോൾ തരാം കേട്ടോ. അച്ഛന് എങ്ങനെയാണെന്നറിയാം നിങ്ങളുടെ നേരത്തെ ചോറ് കിട്ടിക്കണം. ഇന്ന് 12 മണിക്ക് ഉച്ചയ്ക്ക് കഴിച്ചേക്കുന്നത്. ഒന്നും കൊടുക്കില്ല, 12 മണിക്ക് എപ്പോഴും അങ്ങനെ കൊടുക്കാം. അപ്പൊ മീൻ ഉണ്ടാക്കുന്ന വറക്കട്ടെ, വറത്തിട്ട് തരാം കേട്ടോ. അവനുള്ള സമയം, അച്ഛന്റെ സമയം അങ്ങനെ 10 മിനിറ്റ് ഉണ്ട് കേട്ടോ. അവിടെ ഇരിക്കും, ഇപ്പൊ തരാം. മതിരി കൊണ്ട കളയൂട്ടാ, ഊണ് കഴിക്കൂല മുഴുവൻ. അത്ര വേണമെന്നുണ്ട്, ഇച്ചിരി വിളമ്പറല്ലോ അച്ഛൻ. വിളമ്പി കഴിക്കില്ല. കട്ട് ചെയ്തു. അച്ഛനില്ലേ എങ്ങനെയാ ഇഷ്ടം എന്നറിയാം? എല്ലാം ഈ സൈഡ് കൊടുക്കുന്ന ഇഷ്ടം. അച്ഛന് കുറെ പാത്രം എല്ലാം എടുത്ത് അങ്ങനെയൊന്നും കൊടുക്കുന്ന അച്ഛന് ഇഷ്ടമല്ല. അച്ഛനിങ്ങനെ എന്താ പറയാ, എല്ലാം സൈഡിൽ വെച്ചോണം. അല്ലാണ്ട് വേറെ അതും ഇതും ഇതാക്കി കുറെ പാത്രം എടുത്ത് അതൊന്നും അച്ഛന് ഇഷ്ടമല്ല. ആരെങ്കിലും കാണുമ്പോൾ വിചാരിക്കുന്നത് എന്താ അച്ഛൻ ഇങ്ങനെ ചോറ് കൊടുക്കുന്നതെന്ന്. അച്ഛന് ഇതാ ഇഷ്ടം, അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത് കേട്ടാ. അച്ഛനെല്ലാം കുറച്ചേ വേണ്ടു. അതേപോലെ തന്നെ പിന്നെ എന്താ വേറെ പാത്രങ്ങളിലാക്കിയിട്ടൊന്നും ഇഷ്ടമല്ല. അങ്ങനെയൊക്കെ എല്ലാം ഇച്ചിരി മതി അച്ഛൻ കേട്ടാ. അതാണ് അച്ഛൻ്റെ ഇത്. അച്ഛനെല്ലാം കുറച്ച് മതി. അത്രേ ഉള്ളൂ. അച്ഛൻ അത്രയും വേണ്ട. അച്ഛൻ ഒരു കറിയാണെങ്കിലാണ് സന്തോഷം. കഴിക്കട്ടാ. മൊത്തം കഴിക്കുന്നുണ്ട്. ഇച്ചിരി വിളമ്പിയില്ലേലും മതി എന്നൊന്നും പറയാനാകണ്ട കേട്ടാ. മൊത്തം കഴിക്കും. അപ്പൊ ഞാൻ ചോറ്